രാവിലെ തുടങ്ങി ടിഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ടിഷ്യൂ വെച്ചായിരുന്നു ഇന്ന് ടിഷ്യൂ പ്രോബ്ലം. ജാസ്മിൻ ഒരു ടിഷ്യൂ ഇട്ടു. ടിഷ്യൂ അവൾ അവിടെ ഇവിടെയൊക്കെ കളയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ അതിനെ പിടിച്ചു. മോർണിംഗ് ടാസ്ക് കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ്റെ പുറകിൻ്റെ കൂടി ജിൻഡോ അവൾ പറയുന്നത് ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു നിൻ്റെ ബെഡിൽ കിടക്കുന്നത് ആരുടെ ടിഷ്യൂ പിന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ മടക്കി വെച്ചതാണ്. മടക്കി വെച്ച ടിഷ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോളി ഒരു അപരാധിച്ച പെണ്ണെന്ന് എവിടുന്ന് കിട്ടിയെന്നാ ഈ ബിഗ് ബോസിന്. പറയുന്ന മൊത്തം കള്ളം, പ്രവർത്തനം മൊത്തം മറ്റേ വൃത്തിയായിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്കാരിയെ കാണുമ്പോൾ. ഞാൻ മോന്ത പോലും വെക്കണ്ടെന്ന് വെച്ചിട്ടാണ് തിരിഞ്ഞിരിക്കുന്ന സീൻ ഇട്ടേക്കുന്നത് ഈ വീഡിയോയിൽ. പിന്നെ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഭയങ്കര കുക്കുളിയായിരുന്നു. പിന്നെ ജിൻഡോ ഒരു പോയിന്റ് പിടിച്ചു, നീ ചെരുപ്പ് പോലും ഇടാതെയാണ് ബാത്റൂമിൽ പോയിട്ട് വന്ന് അവിടെ ഇരിക്കുന്ന സോഫയിലൊക്കെ നീ കയറി ഇരിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുപ്പി കൊണ്ടല്ലേ ബാത്റൂമിൽ പോകുന്നത്, നിങ്ങൾ ആ കുപ്പിയും കൊണ്ടല്ലേ പുറത്ത് വരുന്നത്. അപ്പോൾ അണ്ടി കൊണ്ടാണല്ലോ ബാത്റൂമിൽ പോകുന്നത്. അപ്പോൾ അണ്ടി അവളെ ചെത്തി കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? കുപ്പി കൊണ്ടുപോയാൽ അവൾക്ക് എന്താ പ്രശ്നം? അപ്പോൾ അതിലൊരു പോയിന്റ്. ആ കുപ്പി കൊണ്ട് നിങ്ങൾ ടേബിളിലൊക്കെ വെക്കുന്നുണ്ടത്. ഗബ്രി കിടന്ന് ചാടുന്ന കണ്ടില്ലേ? മണ്ടൻ. എത്ര പ്രാവശ്യമാണ് ഒരാളിനെ മണ്ടെന്ന് വിളിക്കുന്നത്? ഇവൻ ഭയങ്കര ബുദ്ധിമാനാണ്. ഇവനും ഈ മണ്ടെന്ന് വിളിക്കപ്പെട്ട ആൾ ജിൻഡോയും കൂടെയാണ് ഒരുമിച്ചാണ് വെളിയിൽ പോയത്. അപ്പോൾ ഇവൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇവൻ മനസ്സിലാക്കാത്തത് ഇവനും ജിൻഡോയും ഒരേപോലെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ രണ്ടുപേരെയും മാപ്പാക്കി ലാലേട്ടനകത്തോട്ട് വിട്ട് ആ ഒരു ഡ്രാമ കാണിച്ചത്. അപ്പോൾ പുറത്താക്കാനായിരുന്നെങ്കിൽ ജിൻഡോ മണ്ടനായിരുന്നെങ്കിൽ അന്നേ പുറത്താക്കായിരുന്നല്ലോ. പിന്നെ അവർ ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഇവർ മൈക്ക് ധരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പവർ ടീം തന്നെ അവർക്ക് സ്വയം ഒരു പണിഷ്മെൻ്റ് കൊടുത്ത് ഏത്തയിടലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ടാണെങ്കിൽ ഇപ്പോൾ ശ്രീതു ഈ മന്ദബുദ്ധിയായ ശ്രീതു ഈ യഷിയുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഞാൻ ശ്രീധുവിനെ മന്ദബുദ്ധി എന്നാണ് പറയുന്നത്. ഞാൻ ശ്രീധുക്ക് വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ വോട്ട് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെറും പാഴായിപ്പോയി. അർജുൻ്റെ പുറകിന് പോയി ഇപ്പോൾ ഗബ്രിയുടെ കട്ടിലാണ് കിടക്കുന്നത്. ഗബ്രി, ശ്രീധു, റസ്മിൻ അതിൻ്റെ അടുത്ത്, ജാസ്മിൻ ഇവർ അതിൻ്റെ അടുത്ത്, അർജുൻ അങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പോൾ അങ്ങനെ കിടന്നോട്ടെ, അവളുടെ ജീവിതം അവൾ തന്നെ പാഴാക്കി. അവൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗബ്രി ജാസ്മിൻ്റെ കൂടെ ആരൊക്കെ കൂടുന്നു അവരെല്ലാം പുറത്ത് പോകും. അതാണ് കൺസെപ്റ്റ്. ഗബ്രി ജാസ്മിനും പുറത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ചിലപ്പം ലാസ്റ്റ് 2 ആഴ്ച വരെയൊക്കെ കാണുമായിരിക്കും. ആ സമയത്തായിരിക്കും അവർ പുറത്ത് പോകുന്നത്. എന്താണെങ്കിലും ഒരുത്തി കൂടെ പാഴായിപ്പോയി. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് അർജുനും അപ്സരയും പാഴായത്, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പെയൊക്കെ. പിന്നെ അതിന് മുമ്പേ റസ്മിൻ പാഴായത്. ഈ ഗബ്രിയുടെ കൂടെയും ജാസ്മിൻ്റെ കൂടെയും ആരൊക്കെ കൂടിയിട്ടുണ്ടോ അവരെല്ലാം പാഴായി പോകും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. എന്താണെങ്കിലും പുതുതായിട്ട് കുറേ ആൾക്കാരെ പിടിക്കാനുള്ള ശ്രമത്തിൽ ഒരാളെങ്കിലും കിട്ടി. ശ്രീധുവിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീധുവിനെ ക്യാപ്റ്റൻ ആക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സായും നമ്മുടെ ഷിബിനും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു അബദ്ധമായി തീരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രീധുവിനെ ക്യാപ്റ്റനാക്കിയ അവളെ ഇവർക്ക് കുറേ ഫേവർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അത്രയ്ക്കും മന്ദബുദ്ധിയാണോ ശ്രീധു ഇന്നലെ കുറേ ഗബ്രിയെ കളിയാക്കുകയൊക്കെ ചെയ്തു. എന്നാലും എനിക്ക് തോന്നുന്നത് അവളെ പഴയിപ്പോയി എന്നാണ്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കാണാം. ഈ വൃത്തികെട്ട ജാസ്മിനെ ഒന്ന് പുറത്താക്കുമോ പ്ലീസ്. ഇതാണ് ചോദിക്കാനുള്ളത് എനിക്ക് ബിഗ് ബോസിനോട്. ഇത്രയും ബയാസ്ഡായിട്ടൊരു പരിപാടി നടത്താൻ പാടില്ലെന്ന്.